അദ്ദേഹം കേരളത്തിലുണ്ടല്ലോ. കേരളത്തിൽ വന്ന് പാലക്കാട് നിന്നാണ് പോരുന്നത്. കോട്ടയം മണ്ഡലത്തിലാണ് വരുന്നത്. കോട്ടയം മണ്ഡലത്തിലെ പ്രചരണത്തിന് വേണ്ടി മാത്രമാണ് അവസാനത്തെ മീറ്റിംഗ്. കോട്ടയം മണ്ഡലത്തിലെ പ്രചരണമാണ്. അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് പോകും. ആ രൂപത്തിലാണ് ഇതിൻ്റെ എല്ലാ. നമ്മൾ സ്ഥാനാർത്ഥികളെന്ന് പറയുമ്പോൾ ഈ ജില്ലയിൽ തന്നെ പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം ഇവിടെ ഉണ്ടാകും. ഈ ജില്ലയിൽ തന്നെ പ്രാതിനിധ്യമുള്ള ആളാണ് ശ്രീ ആന്റോ ആന്റണി. അദ്ദേഹവും ഇവിടെ ഉണ്ടാകും. ഈ ജില്ലയ്ക്കുള്ള പുറത്തുള്ള ഒരു സ്ഥലത്താണ് പിറവം. പിറവം ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. പിറവത്തു നിന്നുള്ള ജനങ്ങളും ഉണ്ടാകും, അവിടെ നിന്നുള്ള MLA ഉണ്ടാകും, മുഴുവൻ ആളുകളും ഉണ്ടാകും. ഇല്ല, റോഡ് ഷോ ഇതിനകത്തില്ല. കാരണം സമയത്തിൻ്റെ ഒരു ക്ലിപ്തതയുണ്ട്. ഒരു ദിവസം തന്നെ നിരവധി യോഗങ്ങളിൽ പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ട് റോഡ് ഷോ മാത്രമായി പോകുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഹെലികോപ്റ്ററിൽ ഹെലിപ്പാഡിൽ വരും, അവിടെ നിന്ന് നമ്മുടെ മൈതാനത്തെത്തും. മൈതാനത്തെത്തി ജനങ്ങളെ അഡ്രസ്സ് ചെയ്തതിന് ശേഷം അദ്ദേഹം പോകും. പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, അതിൽ ലൈനപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നേതാക്കന്മാരുടെ ലിസ്റ്റ് ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംസാരിക്കുന്നുണ്ട്. ശ്രീ സുരേഷിന് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതോടൊപ്പം ആ വേദിയിലുണ്ടാകുന്ന ആളുകൾ ഒരു മാനദണ്ഡം അനുസരിച്ച് ആ കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ അധികൃതരുമായി സംസാരിക്കും. സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം SPGയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും ചെയ്യുന്നത്. വമ്പിച്ച ലെവലിലുള്ള ഒരു യോഗമായിരിക്കും തിരുനഗരം നടക്കാൻ പോകുന്നത്. ഇവിടെ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇറങ്ങിയിട്ട് നേരെ ശാസ്ത്രി റോഡ് വഴി വരും. അതുവഴി വന്ന് PT ചാക്കോ പ്രതിമയുടെ അവിടെ വന്ന് നേരെ നമ്മളുടെ ഈ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ വരും, മുനിസിപ്പാലിറ്റിയുടെ പടിക്കൽ. അവിടെ ശാസ്ത്രി റോഡിൽ വന്ന് PT ചാക്കോ പ്രതിമയുടെ അവിടെ വന്ന് അവിടെ നിന്ന് നേരെ സെൻട്രൽ ജംഗ്ഷനിൽ വരും. സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ഗാന്ധി പ്രതിമയുടെ അവിടെ വരും. ഗാന്ധി പ്രതിമയുടെ അവിടെ നിന്ന് നേരെ കറങ്ങി വേദിയിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി എത്തും. എന്തോ അല്ല, റോഡ് ഷോ അല്ല. റോഡ് ഷോ ഞങ്ങൾ ഹെലിപ്പാഡിൽ സ്വീകരിക്കും. അവിടെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള MLA മാർ, UDFൻ്റെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, അവിടെ പെർമിസിബിൾ ആയിട്ടുള്ള അത്രയും ആളുകൾ അവിടെ ഉണ്ടാകും. മാത്രമല്ല അത് കഴിഞ്ഞ പിന്നെ തിരിച്ചിങ്ങോട്ടും വരണ്ടേ. അപ്പം അല്ല, റോഡ് ഷോ ഇല്ല. റോഡ് ഷോ എന്നുള്ളത് ഇല്ല. കാരണം ഇവിടെ എല്ലാ ക്രൗഡെല്ലാം ഇവിടെ നിൽക്കുകയല്ലേ. അപ്പോൾ അത്ര ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് പാർക്കിൻ്റെ സൈഡിൽ വന്ന് അവിടെ നിന്ന് ഈ കോൺവോയ് കാർക്കേഡ് നേരെ PT ചാക്കോ പ്രതിമയുടെ അവിടെ വരും. നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ജംഗ്ഷനിലെത്തും. അവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് ഗാന്ധി പ്രതിമയുടെ അവിടെ വരും. അവിടെ നിന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ്റെ വഴി നേരെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരും. എല്ലാ സംവിധാനവും ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ കുറവെന്ന് പറഞ്ഞാൽ മതി, അത് മുഴുവൻ നമ്മൾ ചെയ്തിരിക്കും. മാത്രമല്ല നിങ്ങളുടെയൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കും ഞങ്ങൾക്കും വേണ്ടി എന്നൊരു നല്ല ഹൃദയം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് നമ്മുടെ കോട്ടയം പ്രസ് ക്ലബ്ബ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ കാര്യത്തിൽ.